ബിഗ് ബോസ് മലയാളത്തിന്റെ അവതാരകനായി ആദ്യമായി ലാലേട്ടൻ ചുമതലയേറ്റപ്പോൾ 5 വർഷത്തേക്കായിരുന്നു അതിന്റെ കരാർ ഒപ്പിട്ടത്. ഈ ഒരു സമയത്ത് ആറാമതൊരു സീസണും കൂടി ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസ് മലയാളം സീസൺ 6. അത് ഹോസ്റ്റ് ചെയ്തതിന്റെ ഒരു കാരണം മാധവൻ സാർ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റിന്റെ ക്രൂ മെമ്പേഴ്സ് ലാലേട്ടനോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ആറാമതൊരു സീസണും കൂടി ലാലേട്ടൻ ബിഗ് ബോസിൽ ഹോസ്റ്റ് ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ പുറത്തിറങ്ങുന്ന വലിയ വലിയ സിനിമകൾ ആദ്യം തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്നതും ചാനലുകളായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതും ആദ്യം തന്നെ ഏഷ്യാനെറ്റാണ്. ആശീർവാദ് സിനിമാസിന്റെ എല്ലാ പ്രൊഡക്ഷൻസും ഏഷ്യാനെറ്റ് തന്നെയാണ് ആദ്യം തന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടനും ഏഷ്യാനെറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടി ഹോസ്റ്റ് ചെയ്തത്. ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് ലാലേട്ടൻ സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഏകദേശം അത് ഉറപ്പായിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സത്യൻ അന്തിക്കാട്, സിനിമാ സംവിധായകനായിട്ടുള്ള സത്യൻ അന്തിക്കാട് ലാലേട്ടനായുള്ള ഒരു മീറ്റിംഗിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു. കാരണം ലാലേട്ടന്റെ ഷെഡ്യൂൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് പോയിരുന്നത്. ലാലേട്ടന് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയിട്ട് ഓരോ ആഴ്ചയിലും ശനിയും ഞായറും വരുന്ന 2 വീക്കെൻഡ് എപ്പിസോഡുകളിലും എത്തിച്ചേരുക എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ലാലേട്ടനും സത്യൻ അന്തിക്കാടും ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞത്, അടുത്തൊരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. കാരണം എൻപുരാൻ എന്ന വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടിരുന്ന ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഷൂട്ട് കാരണം ഒരുപാട് ഷെഡ്യൂളുകൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷം ലാലേട്ടൻ ഒരു സംവിധായകനായിട്ട് മാറുകയാണ്. അതിന്റെ എല്ലാ പ്രൊഡക്ഷൻ വർക്കും നടക്കുന്നത് അമേരിക്കയിലാണ്. ലാലേട്ടന്റെ ബാരോസ് എന്ന് പറഞ്ഞ ആ ഒരു പടം ഒരുപാട് കോടികൾ മുടക്കിയിട്ടാണ് ലാലേട്ടൻ ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ സംവിധാനവും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു പടത്തിലൂടെ ലാലേട്ടൻ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബാധ്യതകൾ കൂടി മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സീസൺ 6 കൂടി ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്തത് എന്നാണ് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടി അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. എങ്ങനെയാണെങ്കിൽ അടുത്ത സീസൺ ആരായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്? വലിയൊരു ചോദ്യമാണത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആരായിരിക്കും സീസൺ 7 മുതൽ അവതരിപ്പിക്കാനായിട്ട്? ലാലേട്ടനെ പോലെ അത്രയും ടാലന്റോട് കൂടി കണ്ടസ്റ്റൻസിനോട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അത്രയും മനോഹരമായിട്ട് സീസൺ 7 ആരായിരിക്കും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണെങ്കിലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ചർച്ച ചെയ്തിട്ടില്ല. ബിഗ് ബോസിന്റെ പിന്നണിയിൽ ആരാണ് അടുത്ത ഹോസ്റ്റ് എന്ന കാര്യം ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ കരാർ ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലാലേട്ടൻ പുതിയ കരാറിൽ ഒപ്പിടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1-2 വർഷത്തെ കരാറുകളൊന്നും ബിഗ് ബോസിലെ ഹോസ്റ്റുകൾ അങ്ങനെ സൈൻ ചെയ്യാറില്ല. ഏറ്റവും കുറവെന്ന് പറയുന്നത് 5 കൊല്ലമാണ്. അപ്പോൾ ലാലേട്ടൻ ഇനി വരുന്ന 5 കൊല്ലവും ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയിട്ട് വരുമെന്നുള്ളത് നമുക്ക് ഏകദേശം സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഏകദേശം ബിഗ് ബോസിൽ നിന്ന് പിൻവാങ്ങി എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം ഇനി മുതൽ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏത് സിനിമാ നടനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്? ലാലേട്ടനാണ്. നമ്മുടെ മനസ്സിലെല്ലാവരും ബിഗ് ബോസിന്റെ ഫേസ് എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ്. ഒരുപാട് പേര് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രമായി കാണുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ പിൻവാങ്ങുന്ന സമയത്ത് എന്നോട് നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ പോയ സമയത്ത് പൃഥ്വിരാജ് ഏറ്റവും നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജിനായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത്, അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് ഈ ഒരു ഹോസ്റ്റിനോടൊരു റെസ്പെക്ട് വേണം. അല്ലെങ്കിൽ ആ ഒരു സീസൺ തകിടം മറിയുന്നതായിരിക്കും. കണ്ടസ്റ്റൻസ് ഈ ഒരു ഹോസ്റ്റിന്റെ അടുത്ത് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ക്രെഡിബിലിറ്റി മൊത്തം പോകുന്ന ഒരു വിഷയമാണത്. അപ്പോൾ ഹോസ്റ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഒരുപാട് പേര് ആദരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൃഥ്വിരാജിനായിരിക്കും അടുത്തൊരു ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങളൊന്നും അണിയറയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ലാലേട്ടൻ പിൻവാങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 7 മുതൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വ്യക്തി ആരാണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഏഷ്യാനെറ്റിനോടുള്ള ആ ഒരു ബന്ധം കൊണ്ട് മാത്രമാണ് സീസൺ 6 ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്തത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലാലേട്ടന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസിന്റെ ഓരോ സീസണുകൾ വരുമ്പോൾ എല്ലാവർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാകും. അവരെ ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ലാലേട്ടനെതിരെ വൻ സൈബർ അറ്റാക്കുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു സാഹചര്യത്തിൽ ലാലേട്ടന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ലാലേട്ടനെ അടുത്തറിയാവുന്ന സംവിധായകരും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇനി അടുത്തൊരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലിന് പോകണമോ? കാരണം സിനിമയുടെ ഷെഡ്യൂളിലും ഭയങ്കരമായിട്ട് ലാലേട്ടൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഫുൾ ഓട്ടമാണ്. സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 എപ്പിസോഡ് ലാലേട്ടൻ വന്നിരിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളൊക്കെ ഒബ്രോഡ് ആണെങ്കിൽ ഒബ്രോഡ് നിന്ന് ലാലേട്ടൻ എത്തും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 വരെ ഹോസ്റ്റ് ചെയ്തത്. ഒരുപാട് ജനങ്ങൾ ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കാണുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന് വമ്പൻ ഓഫറുകൾ കൊടുത്ത് വീണ്ടും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്രൂ മെമ്പേഴ്സ് തീർച്ചയായിട്ടും ശ്രമിക്കും. ലാലേട്ടൻ ഒട്ടും പറ്റാതെ വന്നാലായിരിക്കും മറ്റൊരു താരത്തിലേക്ക് ബിഗ് ബോസിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്ന പദവി കൈമാറിപ്പോകുന്നത്. അത് ആരായിരിക്കും എന്നുള്ള കാര്യം ശരിക്കും നമുക്ക് ഈ സമയത്ത് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ചെയ്തതുപോലെ അത്രയും വരില്ല എങ്കിലും പൃഥ്വിരാജിന് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്